കെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഇല ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു റിബുണ്ട്. ഇത് ഞാൻ ഇച്ചിരി ഇളക്കിയതാണ്. വളരെ തിക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഒരു കത്രിക വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ച് ഇതെടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം നമ്മൾ ചീരയ്ക്ക് തോരൻ വെക്കുന്ന പോലെ അരിഞ്ഞ് നമുക്ക് ചീരയായിട്ട് ഉപയോഗിക്കാം. ചീരത്തോരൻ പോലെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് നമ്മളിങ്ങനെ നല്ലതുപോലെ ഞെരിടുമ്പോൾ ഇതിൻ്റെ സെൽ വോളൊക്കെ ബ്രേക്ക് ചെയ്ത് ഇത് നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ സാലഡിൽ എടുക്കാം. അതുപോലെ ഞെരടി വെച്ചിരിക്കുന്ന ഇലകളാണ് ഇപ്പോൾ കാണുന്നത്. മൈക്രോവേവ് ചെയ്ത് കേൽ ചിപ്സ് ഉണ്ടാക്കാം. മൈക്രോവേവ് ചെയ്യുമ്പോൾ ആദ്യം 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യുക. എണ്ണ പുരട്ടിയിട്ട് കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണ ഇട്ടിട്ട് നല്ലതുപോലെ ഞെരടി അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഉപ്പ് നമുക്ക് അവസാനം ചേർക്കുന്നതാണ് നല്ലതല്ലേ, വെള്ളം ഇറങ്ങും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഞെരടിയിട്ട് നല്ലതുപോലെ ബലത്തിൽ ഞെരടിയിട്ട് അതിനെ നമ്മൾ മൈക്രോവേവിൽ നിരത്തിയിട്ടിട്ട് മൈക്രോവേവ് വേണം. ഒറ്റ ലെയറിൽ നിരത്തിയിട്ടിട്ട് നമ്മൾ 30 സെക്കൻഡ്, അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ്, പിന്നെ ഒരു 30 സെക്കൻഡ്, 2 മിനിറ്റോളം ചെയ്യുമ്പോൾ ഇത് നല്ല ക്രിസ്പ് ചിപ്സ് ആവും. പച്ച നിറം മാറാതെ, ബ്രൗണൊന്നും ആകത്തില്ല, ക്രിസ്പാകും. 2 മിനിറ്റിൽ താഴെ എടുക്കുകയുള്ളൂ. മാക്സിമമിലാണ് ഞാനത് ചെയ്യുന്നത്. ഇത് കറങ്ങുമ്പോൾ ഇടയ്ക്ക് ഒരു പൊട്ടലൊക്കെ കേൾക്കും. ഇല തിരിഞ്ഞ് തന്നെ വീഴും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ സ്പാർക്ക് വരുന്നോ എന്ന് നോക്കണം. അപ്പോൾ കെയിൽ ചിപ്സും ഉണ്ടാക്കാം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വൈറ്റമിൻസിനപ്പുറമുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നന്ദി, നമസ്കാരം.